السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ഈ മഹത്തായ മജ്ലിസ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മളെ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് ആമുഖങ്ങളായി കൂടുതൽ പറയാതെ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ മജ്ലിസിൽ ആദ്യമായി നമ്മൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും സിഎം വലിയുല്ലാഹി തങ്ങളുടെ പേരിലും മരണപ്പെട്ടവർക്ക് വേണ്ടിയും 5 ഫാത്തിഹയാണ് പാരായണം ചെയ്യുന്നത്. അതിനുശേഷം സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് ചൊല്ലണം. അതിനുശേഷം ധാരാളം അസ്മാഉൽ ഹുസ്നയിലെ മഹത്തായ ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൈലാ ഹദറത്തി സയ്യിദിനാ വശഫീനാ വമുൻജീനാ വമുർഷിദിനാ വഹാദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. وإلى حضرة الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇൻഷാ അല്ലാഹ് ഈ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾക്ക് ഒരു ഫാത്തിഹ ഓതാം. വൈലാ ഹദറത്തി മമ്മാതു മിന്നാ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന
الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ 5 ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. മഹാനരായ മുത്തുനബിയുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജീലാനി തങ്ങളെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അജ്മീർ ഖാജ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. സിഎം വലിയുള്ളാഹി തങ്ങളെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അത്ഭുതകരമായ സ്വലാത്തുൽ ഫാത്തിഹ് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ صلي على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى
സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ മദദ് നൽകണേ അല്ലാഹ്. മക്കളിലും കുടുംബത്തിലും ജോലിയിലും വീടുകളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട അതിശക്തിയുള്ള യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ ഒരുമിച്ച് 100 പ്രാവശ്യം ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് എന്റെ കൂടെ ചൊല്ലുക. വലിയ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ്. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ,
കബൂൽ ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. നിന്റെ സഹായം നൽകണേ റബ്ബേ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അസ്മാഉൽ ഹുസൈനിലെ മറ്റൊരു അതിമഹത്തായ ഇസ്മായ യാ ഫത്താഹു എന്ന് പറയുന്ന ഇസ്മ 100 പ്രാവശ്യം ചൊല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതുക, പ്രയാസങ്ങൾ മനസ്സിൽ കരുതുക. അല്ലാഹു എല്ലാം മാറ്റി തരട്ടെ. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ അല്ലാഹ്,
ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെയേറെ ശ്രേഷ്ഠതയുള്ള യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മ 100 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. യാ വഹാബ് യാ അല്ലാഹ് 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 യാ വഹാബ് യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണല്ലോ യാ മാലികു യാ അല്ലാഹ് എന്ന ഇസ്മ. അത് നമുക്ക് ഒരുമിച്ച് കൊണ്ട് 100 പ്രാവശ്യം ചൊല്ലാം. യാ മാലികു യാ അല്ലാഹ് 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 യാ മാലികു യാ അല്ലാഹ്
യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ് യാ മാലികു യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ നമുക്ക് അതിമഹത്തായ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ഒരുമിച്ച് ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ
قيوم يا حي يا 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 قيوم ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെ ഏറെ ശ്രേഷ്ഠതകളും പോരിശകളും നിറഞ്ഞ മഹാനരായ ഖദർ അലൈഹിസ്സലാം ജീവിതത്തിൽ പതിവാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ ഒരുമിച്ച് ചൊല്ലാം. യാ വാസിഉ യാ അല്ലാഹ് 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 യാ വാസിഉ യാ
يا الله يا واسع 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 يا الله സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റി തരണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റി തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗികളാണ്. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വേദനകൾ അകറ്റി തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗികളാണ്. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്. രോഗം മാറാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുണ്ട് റബ്ബേ, എയ്ഡ്സ് ഉള്ളവരുണ്ട് റബ്ബേ, പ്രഷർ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്. പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകളുണ്ട് റബ്ബേ. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. നീയാണ് എല്ലാ രോഗത്തിനും ഷാഫി. നീ ശിഫയാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശയിൽ കടക്കണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്കോ ഞങ്ങളെ കുടുംബക്കാർക്കോ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നല്ല ആരോഗ്യത്തോടുകൂടെ അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ് അല്ലാഹുവേ. മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകള്, മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകള്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വന്ന ആളുകള്, വീട് നിർമ്മിച്ച് കടം വന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റൽ ചെലവ് കാരണം കടം വന്ന ആളുകളുണ്ട്. എന്ത് കടമുണ്ടെങ്കിലും നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അതിനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ.
വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാ. പഠിച്ച മക്കൾക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ സാലറിയിൽ വർധനവ് നൽകണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ സമാധാനം നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കച്ചവടത്തിൽ നല്ല ലാഭം നൽകണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്തോഷം നൽകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി വിവാഹം ശരിയാകാതെ എത്രയോ ഉമ്മമാര് മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു, സങ്കടപ്പെടുന്നു. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. മക്കളെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. എത്രയെത്ര രക്ഷിതാക്കളാണ് മക്കളെ കുറിച്ച് സങ്കടം പറഞ്ഞത്. ഉസ്താദേ, ഞങ്ങളെ മക്കൾ മദ്യപിക്കുകയാണ്, ഞങ്ങളെ മക്കൾ ലഹരിക്ക് അടിമയായിട്ടുണ്ട് ഉസ്താദേ, ഞങ്ങളെ മക്കൾ തീരെ അനുസരിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല ഉസ്താദേ എന്ന് സങ്കടം പറഞ്ഞ രക്ഷിതാക്കളില്ലേ? ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കല്ല. അത് അരുതായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് നൽകണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ റബ്ബേ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ല. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. എത്രയെത്ര ആളുകൾക്കാണ് ദാമ്പത്യ ജീവിതം തകർന്നു പോയിട്ടുള്ളത്? ഭർത്താവിന്റെ ദുസ്വഭാവം കാരണം, ഭാര്യയുടെ ദുസ്വഭാവം കാരണം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് നൽകല്ല, ഒരുമ നൽകണേ അല്ല, ഐക്യമുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാരെ കാക്കണേ റബ്ബേ. സിഹർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ല. ജിന്ന് ബാധയെ തൊട്ട് കാക്കണേ അല്ല. പിശാച് ബാധയെ തൊട്ട് കാക്കണേ അല്ല. അല്ലാഹുവേ, സിഹർ ബാത്തിലാക്കണേ റഹ്മാനെ. കണ്ണേറ് ബാത്തിലാക്കണേ അല്ല. അത്തരം ശർറ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നിന്റെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് നൽകണേ റബ്ബേ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഈ മജ്ലിസ് കാണുന്നവർക്ക് മുഴുവനും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പലതും പറഞ്ഞ് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വിവാഹം ശരിയാവാൻ, അതുപോലെ മക്കൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവാൻ, പരീക്ഷയിൽ ഉന്നത മാർക്ക് ലഭിക്കാൻ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി, അതെ നല്ല ജോലി ലഭിക്കാൻ വേണ്ടി, കടങ്ങൾ വീടാൻ വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, മരണപ്പെട്ടവരുടെ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കളഞ്ഞു പോയ സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടി ജപ്തി നോട്ടീസ് വന്ന് പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ മജ്ലിസിൽ ആര് എന്താണോ പറഞ്ഞത് നിനക്കറിയാം. എല്ലാവരുടെ മുറാദുകളും ഹസിലാക്കല്ലാ, എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്ക്, പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽക്, എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ ഐശ്വര്യം നൽകണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ, നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം കാരണം ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ വളരെ പ്രയാസത്തിലാണ്. അവർക്ക് സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. യുദ്ധം തുടങ്ങിയവർക്ക് അത് നിർത്തലാക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ. ആ യുദ്ധമെങ്ങാനും ഇവിടെ നിലനിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ രാജ്യത്ത് മുഴുവനും ദാരിദ്ര്യമായി
പോകും, മുഴുപട്ടിണിയായി പോകും റബ്ബേ. അതുകൊണ്ട് ആ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള മനസ്സ് അവർക്ക് കൊടുക്കണേ റബ്ബേ. അത് നിർത്തലാക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ. എല്ലാവർക്കും സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട്, ഷോക്കേൽക്കുന്ന തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അവരെ പൊരുത്തം നൽകണേ അല്ലാ. അവരെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാരെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ആനന്ദം നൽകണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ അയൽവാസികളുണ്ട് റബ്ബേ. വെല്ലുപ്പ വെല്ലുമ്മമാര് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ ഭക്ഷണം തന്നവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് റബ്ബേ. അവർക്കൊപ്പം നീ ബർക്കത്ത് നൽകണേ അല്ലാ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗമാക്കണേ അല്ലാ. ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിക്കണേ അല്ലാ. അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടവര് പലരും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ സ്വലാത്തുകളുടെ മിസ്ൽ സവാബിനെ അവരെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. ആര് ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നുണ്ടോ അവരെ കുടുംബത്തിൽ പ്രത്യേക ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ പ്രത്യേക ബർക്കത്ത് നൽകണേ അല്ലാ. ആര് ഈ മജ്ലിസ് സ്ഥിരമായി കാണുന്നുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. മഹാന്മാരെ ബർക്കത്ത് നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഞങ്ങൾ മഹാനരായ മുത്തുനബിയുടെ പേരിൽ, അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ, സിഎം വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ, അതുപോലെ തന്നെ മറ്റു മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നുണ്ട്. ആ ബർക്കത്ത് ഈ മജ്ലിസ് എന്നും കാണുന്നവർക്ക് നിലനിർത്തി കൊടുക്കണേ റബ്ബേ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സർവ്വ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളെ ഖൽബിലുള്ളത് മുഴുവനും അറിയുന്ന രാജാവായ അല്ലാ, എല്ലാം നീ നിലനിർത്തി തരണേ അല്ലാ. എല്ലാ ഹാജത്തുകളും നിറവേറ്റി തരണേ റബ്ബേ. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ റബ്ബേ. അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. പിന്നെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് വിശാലമായ ഒരു ക്ലാസ് ഉണ്ടാകും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ വിഷയങ്ങളാണ് അതിൽ ഉണ്ടാവുക. ആ ക്ലാസ് കൂടെ എല്ലാവരും കേൾക്കുക, അതിൽ പങ്കെടുക്കുക. രാവിലെ 6 മണിക്ക് നടക്കുന്ന ഈ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് അതിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.